ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം മോനിൻ്റെ പങ്ങാടിക്ക് പോയിനി. അപ്പം എന്തൊക്കെ കണ്ടതൊക്കെ വാങ്ങി പോന്നിക്കണ് രണ്ടാളും. ഓലെ കൊണ്ടുപോയാൽ അങ്ങനെയാണ്. കളിക്കോപ്പും പോപ്കോണും കണ്ടതൊക്കെ വാങ്ങി പോന്നിക്കണ്. ഓലെ കടയൊക്കെ കൊണ്ടുപോയാൽ അങ്ങനെയാണ് കേട്ടോ. തോക്ക് വേണമെന്ന് പറഞ്ഞ ഒരു ഒഴിച്ചിനി ഇവിടെ. അപ്പോൾ തോക്ക് വാങ്ങാൻ വേണ്ടി കൊണ്ടുപോയതാ മോനും. അപ്പോൾ അവിടെ ചെന്നപ്പോൾക്ക് തോക്കൊന്നും വേണ്ട. അപ്പോൾ രണ്ടാൾക്കും JCB വാങ്ങിക്കൊടുക്കാൻ നിന്നപ്പോൾ ഒരാൾക്ക് JCB മതി, ഒരാൾക്ക് JCB വേണ്ട. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നേരെ തിരിഞ്ഞ് ഇപ്പോൾ രണ്ടാൾക്കും JCB വേണം. പിന്നെ ഭയങ്കര കച്ചറായിട്ടോ. അപ്പോൾ പോപ്കോണൊക്കെ കയ്യിലുണ്ടായിനി, അതൊക്കെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചേക്കണം. എന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ കളി. പിന്നെ നമ്മളെ മരുപസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ കിച്ചണിലെത്തിട്ടോ. അപ്പോൾ ചോറുണ്ട്, കറിയില്ല. അപ്പോൾ മക്കളെയും കൊണ്ട് മോനും അങ്ങാടിക്ക് പോയപ്പോൾ മീൻ കൊണ്ടുവന്നിക്കണം. ഇനി അത് കറി വെക്കണം. അപ്പം എൻ്റെ കേക്കിൻ്റെ പഞ്ചസാര ലായനയൊക്കെ കഴിഞ്ഞിനി. അപ്പോൾ അത് പഞ്ചസാര അളന്നെടുത്ത് അതിലേക്കുള്ള വെള്ളം അളന്നെടുത്ത് അതൊന്ന് തിളപ്പിക്കാൻ വെക്കണ നേരം കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാമല്ലോ. ഇത് 2 ബോട്ടിലാക്കിങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെക്കലാണ്, പെട്ടെന്ന് ഓർഡർ വരുമ്പോൾ എടുക്കാനേ. പിന്നെ അത് തീരുമ്പം പിന്നെയും ബോട്ടിലാക്കി വെക്കും. അങ്ങനെ ചെയ്യൽ. കാരണം അതൊന്ന് തണുക്കണമല്ലോ, കേക്കിൽ ഒഴിക്കണമെങ്കിൽ ഒന്ന് തണുക്കുമ്പോഴാണല്ലോ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ ഇതൊക്കെ അടുപ്പത്ത് മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ലോണം തിളക്കണ നേരം കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാം. ഇപ്പോൾ പേദൽ മീനാണ് കിട്ടിയിരിക്കണത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് കറി ഉണ്ടാക്കുക. അങ്ങനെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചൂടായി വരട്ടെ. പിന്നെ ചട്ടിയൊക്കെ ചൂടായി ഞാൻ ഇത് ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്, വെളിച്ചെണ്ണ അല്ല. ഈ കറി ഓയിലിൽ വെക്കുമ്പോഴാണ് കേട്ടോ രസം. അപ്പോൾ ഞാൻ ഓയിൽ ചൂടായപ്പം ഉലുവ ഒരു 1/2 സ്പൂൺ ഉലുവ ഇട്ടെടുത്ത്, മക്കളുണ്ട് എൻ്റെ പിന്നാലെ. അപ്പോൾ ഞാനിതൊക്കെ ഇഞ്ചിയും ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചീരുള്ളി, അതും വെളുത്തുള്ളിയും അരിഞ്ഞതാണ്, ചതച്ചതല്ല. അത് അങ്ങനെ ഇട്ടെടുത്തുകൊണ്ട് വാട്ടുക. ഞാൻ ഇവിടെ ഗ്യാസിന് എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ മറ്റവന് അവിടെ ഒരു സ്റ്റൂള് കൊണ്ടുവന്നുകൊണ്ട് ഓന് കാണാൻ വേണ്ടി കടയുമ്പോൾ കയറി നിൽക്കും. അത് എപ്പോഴും ഉള്ളൊരു സ്വഭാവമാണ്. അങ്ങനെ ചീരുള്ളിയും പിന്നെ ഇഞ്ചി ഒന്നാണ് വാടിയിട്ടാട്ടോ വെളുത്തുള്ളി ഇട്ടെടുത്തത്. ഇനി നമുക്ക് നല്ലോണം വഴറ്റി കൊടുക്കുക. എന്ത് കറിക്കും സവാള ആണെങ്കിലും ചീരുള്ളി ആണെങ്കിലും എന്താണെങ്കിലും നല്ലോണം വാടണമല്ലോ അതിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ. അപ്പോൾ നമുക്ക് നല്ലോണം വഴറ്റുക. എൻ്റെ ബാക്കിൽ പിത്തന കാട്ടി രണ്ടും ഉണ്ട് കേട്ടോ. ഓലും ശ്രദ്ധിക്കണം, കറിക്കും ശ്രദ്ധിക്കണം. നമ്മളെ കണ്ണ് തെറ്റി എന്തെങ്കിലും പറ്റിച്ചുണ്ടാക്കും രണ്ടും. അങ്ങനെ നമ്മളെ ഉള്ളികളൊക്കെ നല്ലോണം വാടി വന്നിട്ട് വേണം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാൻ. അങ്ങനെ തക്കാളിയും ഒരു 3-4 പച്ചമുളകും ഒക്കെ ഇട്ടെടുത്തുകൊണ്ട് അതും നല്ലോണം വാടണമല്ലോ. ഞാനതൊക്കെ വലിയൊരു തക്കാളി ഇനി അതാണ് അരിഞ്ഞിട്ട് എടുത്തുക്കുന്നത്. ചെറുതാണ് 2 എടുക്കുക. നമുക്കിതൊന്ന് വാടി വരാനേ ഒന്ന് അടച്ചു കൊടുക്കുക. അതിൻ്റെ ഇടയിൽ നമ്മൾ പഞ്ചസാര ലായനി അവിടെ വെച്ചിനിയല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് തിളക്കാനായിക്കണം. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം പഞ്ചസാര ഒന്നായിട്ട് ഇട്ട് കൊടുക്കല്ലേ, അപ്പോൾ അടിയിൽ ഇങ്ങനെ കട്ട പിടിക്കും. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടേ നിൽക്കും വേണം. ഇടയിൽ അതും ചെയ്യുന്നുണ്ട്. ഇത് പഞ്ചസാര അടി പിടിച്ചാലേ പിന്നെ കേക്കിനൊക്കെ ഒരു ചുവ വ്യത്യാസമായിക്കാരം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കും വേണം അതിൻ്റെ ഇടയിൽ. അങ്ങനെ നമ്മളെ ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ലോണം വാടി വന്നിക്കണം. നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ 2 സ്പൂൺ ചേർത്ത് കൊടുത്തത്. പിന്നെ എരിവിന് പച്ചമുളകാണല്ലോ ഇട്ടെടുത്തത്, നല്ല എരിവുള്ളതാണല്ലോ. അപ്പം എരിവിന് അത് മതി. പിന്നെ ഇത് കളറല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തേക്കണ്. പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടി അതിട്ടെടുത്തുകൊണ്ട് നല്ല മിക്സ് ചെയ്യുക. മല്ലിപ്പൊടി ഇട്ടെടുത്തുക്കണോ ചോദിച്ചാൽ ഇട്ടെടുത്തുക്കണം, അതിന് മാത്രമേ ഇട്ടെടുക്കുകയുള്ളൂ. ഈ പൊടികളെ പച്ചമണം മാറുകളൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. നല്ലോണം പിഴിഞ്ഞ് ഞാൻ അരിച്ച് വെച്ചിനി. അങ്ങനെ അതൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ നല്ല മഴയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുമ്പം. പിന്നെ അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തേക്കണേ, നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം. ഇവിടെ പിന്നെ മീൻ കറി ആകുമ്പോൾ കറി നല്ലോണം വേണം എല്ലാവർക്കും. പിന്നെ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലേ ഇനി, പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത്. ഞാൻ പിന്നെ കല്ലുപ്പാണ് ഇട്ടെടുത്തത്.
പിന്നെ അതൊക്കെ കരിവേപ്പിൻ്റെ ഇല ഞാൻ ഇട്ടെടുത്തിട്ടില്ല ഇനി അതും കുറച്ച് ഇട്ടെടുത്തുങ്ങാണ്ട് നമുക്കൊന്ന് മൂടി വെച്ചുകൊണ്ട് തിളച്ചിട്ട് വേണമല്ലോ മീൻ ഇടാൻ. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ അപ്പത്തെ അടുപ്പിൽ വെച്ചതിന് വെള്ളം ഉണ്ടല്ലോ പഞ്ചസാരലായനി, അപ്പോൾ അതൊക്കെ നല്ലോണം വെട്ടി തിളച്ച് വന്നിക്കണം. അപ്പോൾ അതൊക്കെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഞാൻ ചൂടാറിയിട്ട് വേണം ബോട്ടിലാക്കി വെക്കാൻ. അങ്ങനെ നമ്മൾ കറിയൊക്കെ തിളച്ച് വന്നിക്കണം. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കേക്ക്. ഞാൻ കറി ഉണ്ടാക്കിയപ്പോഴേ കുറച്ചധികം വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് രാവിലെ ഇനി എന്താ കടി ഉണ്ടാക്കണേക്കും കൂട്ടാലോ, ഞാൻ ഓട്ടട ചുടണം എന്നാണ് വിചാരിച്ചിരിക്കണത്. നയിക്ക് മീൻ കറിയും കൂട്ടാലോ വിചാരിച്ചുകൊണ്ടാണ് ഉണ്ടാക്കണത്. എവിടെ ഇതപ്പം തന്നെ തീർന്നിക്കണം. അതൊക്കെ ഒന്ന് മെല്ലെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഗ്യാസൊക്കെ സിമ്മിലാക്കി കൊടുത്തുക്കണം കേട്ടോ. ഇതിങ്ങനെ കയ്യിലിട്ട് ഇളക്കാതെ ഞാനൊന്ന് ചുറ്റിച്ച് കൊടുത്തേക്കാണ്. കയ്യിലോ സ്പൂണൊക്കെ ഇട്ടുകൊണ്ട് ഇളക്കിയാലേ മീനാകെ ഉടഞ്ഞു പോവില്ലേ. മീൻ കറിയൊക്കെ പല രീതിയിലല്ലേ വെക്കുക. ഉള്ളിയും തക്കാളിയും വഴറ്റി വെക്കും, തേങ്ങ അരച്ച് വെക്കും, വരട്ടും വറ്റിച്ചും പല രീതിയിലും ആണല്ലോ. അപ്പം ഇന്ന് ഞാനിങ്ങനെയാണ് വെച്ചിരിക്കണത്. ഇവിടെ ഈ കറിയാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പം നമ്മളെ മീൻ കറി സെറ്റ് ആയിക്കണം. അപ്പം ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടെടുത്ത് പിന്നെ ഞാൻ ആദിനെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് വന്നപ്പോൾ ഇവിടെ കറി പകുതി ആയിക്കണം. ഓൾക്ക് ഏത് മഴയാണെങ്കിലും രാത്രി കിടക്കാൻ നേരത്തെ ഒന്ന് കുളിക്കണം. അപ്പോൾ രണ്ടാൾ ചോറിന് പോയി. ഇനി മറ്റവർക്ക് ചോറ് കൊടുക്കട്ടെ. ഷുഗർ സിറപ്പൊക്കെ ബോട്ടിലാക്കി വെക്കണം. അങ്ങനെയൊക്കെ ഇനിയും പണിയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.